ഹലോ അസ്സലാമു അലൈക്കും ഗൈസ്. അപ്പോൾ 2 മാസത്തെ ലീവിന് ശേഷം വീണ്ടും തിരിച്ച് ഖത്തറിലോട്ട് പോവാണ്. സീനോട് ഉപ്പയുണ്ടോ ഖത്തറിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നേരെ പോയി കോഴിക്കോട് എയർപോർട്ടിലാണ്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞെങ്ങാണ്ട് അലേഹനോട് വർത്താനമൊക്കെ പറഞ്ഞ് കൂടുതൽ ആളുകളൊന്നും ആക്കാണ്ടെന്നല്ല, ഞാനും സീനും അലേഹിയും ആൻഡ് ഐബു മാത്രമാണ് ആക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുലർച്ചയായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് 5 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്നു. ഏകദേശം ഒരു 5:45 നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. 8 മണിക്കാണ് ഫ്ലൈറ്റ്. ഇനി നമ്മൾ നേരെ പോകുന്നത് നാട്ടിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോകണം കേട്ടോ. അങ്ങനെ ഗായ്സ്, സിനുവിൻ്റെ ഉപ്പ തിരിച്ച് എവിടെ പോയി? ഖത്തറിൽ പോയി. എന്താ ഈ സാധാരണ എനിക്ക് തമ്പനയിൽ ഇടാൻ സിനു ഉപ്പ പോയി സിനു കരഞ്ഞു എന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വല്ലതും കിട്ടുന്നുണ്ട്. ഈ ഭയങ്കര ഹാപ്പിയോടെ അയച്ചു വിട്ടത് എന്താ? ഹാപ്പിയോടെ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ എനിക്ക്. കുറച്ച് തമ്പുരാനെ ഈ പെരെല്ലാം നാശാക്കും ഈ മക്കള്. ഞാനുണ്ടല്ലോ ഗൈസ്. അങ്ങനെ നമ്മൾ പുലർച്ചെ 5 മണിക്ക് കൊണ്ടാക്കിയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാതെ നേരെ പാലക്കാട്ടിലെ വീട്ടിലോട്ട് ഇവിടേക്കാണ് വന്നിട്ടുള്ളത്. നേരെ ആദ്യം ഉമ്മാനെ കൂട്ടാൻ തറവാട്ടിൽ പോയി ഉമ്മാനെ കൂട്ടി വന്ന് ഞാൻ ജിമ്മിന് പോയിട്ട് ഉള്ള അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സിനുവിൻ്റെ ഇപ്പം കയറിയിട്ടുണ്ടോ? 9:15 ഫ്ലൈറ്റ് പറഞ്ഞ് 8 മണിക്കായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ 1 മണിക്കൂർ ഫ്ലൈറ്റ് 8:15 1 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആയി. എന്തായാലും ഇപ്പോൾ കയറിയിട്ടുണ്ടാവും. കാംഷാൻ ഫ്ലൈറ്റാണ്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് വിളിക്കുന്നുണ്ടാവും അല്ലേ? ഐബൊക്കെ ഇരിക്കണം നോക്കിയേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് വിശേഷങ്ങൾ കാണാം. ഇനി കുറച്ച് ദിവസം നാളെ നമുക്ക് ഒരു കല്യാണം ഉണ്ട്. കല്യാണം വിത്ത് കുടിയിരിക്കലാണ്. നമ്മുടെ ഹൗസ് വാമി അല്ല, നമ്മുടെ കുടിയിരിക്കലിന് വന്നിട്ടില്ല. കല്യാണത്തിന്, നമ്മുടെ കല്യാണത്തിനും ചക്കര കല്യാണത്തിനൊക്കെ ഓല് വന്നിക്കണേ. ആരാണ് വന്നിട്ടില്ലേ? നമ്മുടെ കല്യാണത്തിന് എന്തായാലും വന്നിക്കണം. ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. അതായത് നമ്മുടെ MS-ൻ്റെ ജിനു ഷാക്കിറിൻ്റെ കുടിയിരിക്കലും അതേമാതിരി കല്യാണമൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. നാളെയാണ് തുറക്കൽ. ഇപ്പം എന്തായാലും നമ്മൾ ഫാമിലി ആയിട്ട് അവിടെ ഓല് എല്ലാവരും വന്നാണ്. അപ്പോൾ എന്തായാലും നമുക്കും പങ്കെടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ ഒരു കുടിയിരിക്കലും ഇത് കല്യാണം, അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പെരേക്ക് ആർക്കോ വരുന്നില്ലേ? അപ്പോൾ അതിനു മുമ്പ് പെരയൊക്കെ ഒന്ന് 4 പേരെ വൃത്തിയാക്കണം. തുണ്ണിൻ്റെ പാർട്ട്നേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഖത്തറിലെ നമുക്ക് ഹെൽപ്പ് ചെയ്ത കുറച്ച് ടീംസ് വരുന്നുണ്ട്. ഈ പെരയിൽ 4 പേരെ പുല്ല് വെക്കുന്നത് മണ്ടത്തരാണ് കഴിച്ച്. ഇടക്കിടക്ക് ഇത് വൃത്തിയാക്കാൻ ഒരാളെ എനിക്കറിയാം. അല്ലെങ്കിൽ പിന്നെ അത് ഇഷ്ടപ്പെട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കണോലാവണം. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് നമ്മൾ ആ സ്റ്റൈലിനോട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിമക്ക് തിരിയാത്ത ഒരാളാണിത്. എനിക്കത് പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ അപ്പളേ പറഞ്ഞത് ഇത് ഫിൽറ്റർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ഭയങ്കര ലുക്ക് അയക്കണം ഗൈസ്. ഭയങ്കര വെളുത്ത് സുന്ദരനായിക്കണം. ഇപ്പൊ ഞാന് നിന്നെ കണ്ടേ ആദ്യം ഇവിടെങ്ങാളും പ്രായം കുറവ് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ കറക്റ്റ് പറയണം. മറ്റേത് ഞാനും മോളും നടക്കുമ്പോൾ പല കമൻസ് വരുന്നു, വാപ്പയും മോളും നടക്കുന്നത്. അപ്പൊ ആരാണ് മോളും ആരാണ് വാപ്പയും നിങ്ങളൊന്ന് പറയും കേട്ടോ. എന്ത് നിങ്ങളെ സന്തോഷം. നമുക്കൊരു വേറൊരു പെണ്ണിനെ നോക്കാൻ തന്നെ പറ്റൂല ഇവിടെ. എന്ത് ഒരു മെസ്സേജ് അയക്കാൻ പറ്റൂല, ഒന്ന് നോക്കാൻ പറ്റൂല. അതിപ്പോൾ ചുരുക്കുണ്ടെങ്കിൽ ചുരുക്കില്ലെങ്കിലൊക്കെ കണക്കാം. അപ്പം എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് കിടക്കാം. ഇന്ന് നമുക്ക് അലയൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടാ, ടൗണിലൊക്കെ പോയി കുറച്ച് പരിപാടികളൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു വിശേഷം ഇന്ന് കാണാട്ടോ. എൻ്റെ മക്കളെ കുറേ പേര് എൻ്റെ ഐബുവിൻ്റെ വിശേഷം ചോദിച്ചിരുന്നു. എൻ്റെ ഐബു ഉദാഹരണം നിൽക്കുന്നുണ്ട്. എൻ്റെ ഐബു തന്നെ പല്ലും വരുന്നില്ല. ഐബുവിന് 1 വയസ്സാവാൻ പോയിട്ട് പല്ല് വരുന്നില്ല. നടക്കൽ തുടങ്ങിക്കണേ. അവിടെ പിടിച്ചിങ്ങനെ നടക്കും. പല്ല് വരാൻ അടയാളം എന്താ ഉണ്ടാവുക? സാധാരണ ചില കുട്ടികൾക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ടാവും പല്ല് വരിക. ഇവനൊരു വയസ്സായിട്ടില്ലല്ലോ. പെരുവക്കാരം അലയൊക്കെ പിന്നെ ഒക്കെ നേരത്തെയാണ് പല്ല് വരലും. പല്ല് ചിലപ്പോ സാധാരണ നിങ്ങളൊന്ന് പറയും എത്രയാണ് പല്ല് വരിക? ഇവനിപ്പോ 10 മാസമായി. നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇവർക്കാണെങ്കിൽ പല്ല് വന്നില്ലെങ്കിൽ കുട്ടി അപ്പിയിട്ടില്ലെങ്കിൽ അപ്പൊ ഡോക്ടറെ കാണണം. ഡോക്ടറെ നമ്മളെ മൂത്ത കുട്ടിക്ക് കണ്ണിന് കുഴപ്പമുണ്ട്. സകല ഡോക്ടർമാരെ പിന്നെ കൊണ്ടുപോയിക്കണേ. ഏതൊക്കെ ഡോക്ടർമാരെ കാണിച്ചു? ഏത് പെരിന്തമണ്ണ ഡോക്ടറെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ എന്റെ നാട്ടിലൊരു ഡോക്ടറെ കാണിച്ചു. അതന്നെ ഭയങ്കര ഇടങ്ങേറാണ്. ആൾക്കാർ ഇങ്ങനെ പറയും കുട്ടിക്ക് പോകണ്ടാണ്, കുട്ടിക്ക് പോകണ്ടാണ്. അപ്പൊ കേടില്ലാത്ത മക്കളെ കൊണ്ടുപോയിട്ട് കണ്ണിന് കേടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടങ്ങേറല്ലേ. പിന്നെ അതിന്റെ റിസൾട്ടിന് കാത്തിക്കണം. അല്ലെങ്കിൽ ഈ റിസൾട്ട് ഈ ബ്ലഡ് ടെസ്റ്റ് എടുക്കുക.
ഇവന്റെ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് കേൾക്കൂലല്ലേ. എന്താ മറ്റേ ചോദിക്കണേ മുട്ടിത്താനായില്ലേ നടക്കാനായില്ലേ അമ്മക്കും ഫസ്റ്റ് ആയിട്ട് ഉണ്ടാകുമ്പോ പഠിച്ചോനെ ഇതൊക്കെ ചെയ്യാനായി ഇതെന്താ ചെയ്യാ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിനി. പക്ഷെ ഒന്നായി രണ്ടാമത്തേന് ഞാൻ എന്ത് പറഞ്ഞാലും നമുക്ക് ഭദ്രകാളിന്റെ മാതിരി കണ്ണാക്ക്. കണ്ട കുട്ടി അങ്ങോട്ട് നോക്കുമ്പോ കണ്ണ് അങ്ങനെ തന്നെയല്ലേ വരിക. എനിക്കിപ്പോ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ ചില വീഡിയോസിൽ ചില ഫോട്ടോസിലൊക്കെ അതാരും കുറ്റം പറയാം കേട്ടോ. ചിലവര് പറയാം എന്റെ കുട്ടി കോങ്കണ്ണെന്ന് പറയുമ്പോ നമുക്കൊരു ഇടങ്ങാറാണ്. നോക്കട്ടെ കോങ്കണ്ണെല്ലാം കോങ്കണ്ണുണ്ടാവും ഉണ്ടോ? ഡോക്ടർ സെർച്ച് ചെയ്തിട്ടൊന്നും കണ്ടില്ല. പിന്നെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു നിങ്ങളുടെ മോൾക്ക് കോങ്കണ്ണ് ഉണ്ടായിട്ട് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലെ കാണിച്ചു എന്ന് വെച്ചിരുന്നു. ഗൈസ് നമ്മൾ കോങ്കണ്ണ് എന്നുള്ള ലെവലിൽ ഡോക്ടറെ കാണിച്ചതല്ല. ഇനി കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അബൈറ്റിൽ കാണിച്ചു. പെരിന്തൽമണ്ണ അബൈറ്റിൽ കൊണ്ടുപോയിട്ട് ഡോക്ടറെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം 2 വയസ്സ് 3 വയസ്സായിട്ട് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അപ്പം നോക്കുക ഇതുവരെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം എന്തായാലും മക്കളുടെ കാര്യത്തിൽ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും അല്ലേ? ഏത് എന്റെ പന്നെ ചികിത്സിച്ചില്ലല്ലോ. അതെന്തുകൊണ്ട് മണ്ടണോക്ക ഓർഡർ ചെക്ക എന്റെ പന്നെ ചികിത്സിച്ചില്ല അതെന്തുകൊണ്ട് പറയും? അതിനുത്തരം പറയും. ഇനിയിപ്പോ അത് ചികിത്സിക്കണമെങ്കിൽ ഷോക്ക് അടിപ്പിക്കേണ്ടി വരും. അങ്ങോട്ട് വരും. എന്താണ് മക്കളെ നിങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ട് അപ്പക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ ഒരു പണി ഒപ്പിക്കണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ശ്രദ്ധിച്ചോളിട്ടോ. മുണ്ടാതിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും പണി ഒപ്പിക്കണ്ടാവും. ഇവിടെ അങ്ങനത്തെ ഒരു ഓളാണുള്ളത്. ആ മുടിയൊക്കെ ഒന്ന് വെട്ടി റെഡി. മുടി വെട്ടിക്കഴിഞ്ഞാലല്ലേ മുടി നിങ്ങൾ വെക്കുക. നമുക്കൊരു മുടിന്റെ പരസ്യം ചെയ്യാണ്ട്. കാരണം എങ്ങനെയാണ് കുട്ടികൾക്ക് മുടി വളരാറ്. കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണെ നീ തുള്ളി കളിക്കല്ലേ പെണ്ണെ നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ എടിയിലേ ചാരത്ത് വന്നു ഞാൻ നിൽക്കും നിന്റെ മാറത്ത് മുത്തം ഞാൻ നൽകും ആ കവിളത്തും മുത്തം ഞാൻ നൽകും. അബ്ബ വിളിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചോടുന്ന പെങ്ങളെ മമ്മനെ വിളിച്ചിട്ട് പോയിട്ട് പോ. മമ്മനെ വിളിച്ചിട്ട് അതാ പോയി. മമ്മയല്ലേ മമ്മ പോ വേഗം വിളിച്ചു വാ. ഗൈസ് അപ്പോൾ ഇത് ഒലീവ് ഓയിലിൽ പൊരിച്ചതാണ്. ഞാൻ അടുത്ത ചോറ് കണ്ടില്ലേ, ഒരു കയ്യിൽ ചോറും കുറച്ച് കറികൾ. ഇതൊക്കെ ഞാൻ ഇപ്പോൾ കഴിക്കൽ തുടങ്ങി കേട്ടോ. ഇതിന് മുന്നേ കുറച്ച് ചോറ് ബസുമതി റൈസൊക്കെ കഴിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ ഡയറ്റ് വിടൽ തുടങ്ങിയിരുന്നത്. പിന്നെ പിന്നെ ഇത് ഒലീവ് ഓയിൽ ഉണ്ടാക്കിയേ അല്ല നിന്റെ വെളിച്ചെണ്ണയിലല്ലേ? ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഗായ്സ് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അതുപോലെ നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പ്രമോഷൻ വർക്ക് ഉണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞപ്പോഴേക്കും നേരം കുറച്ച് വൈകി. അതിനുശേഷം ഇനി അലേഹൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടാൻ വേണ്ടി ഞങ്ങൾ ടൗണിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ പോവാം പോരെ. നമ്മൾ മോളുടെ മുടി വെട്ടാൻ വേണ്ടി വന്നു. മുകളിലുണ്ടോ ലുമിനോസ് ബ്യൂട്ടി, അത് ബ്യൂട്ടി പാർലർ, ചെറുപ്പശ്ശേരിയിലെ ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ എങ്ങനെയാണ് അലേഹൻ്റെ മുടി വെട്ടാൻ ഉദ്ദേശിക്കുന്നത്? ആകെ എന്താ കരിമ്പനക്കൊണ്ടി വരിച്ച മാതിരി ആയിക്കണം മുടിയൊക്കെ പാടെ. അതൊക്കെ ഒന്ന് റെഡിയാക്കി മുടിയുടെ തുമ്പ് വെട്ടി കൊടുത്താലാണ് മുടി നല്ല രീതിക്ക് തളച്ച് വളരുള്ളൂ. ഇനി ഏതായാലും നല്ലതായിട്ട് ചെറുതാക്കണില്ല. അപ്പോൾ പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനും അയ്പും കാറിലിരിക്കാം. നിങ്ങൾ പോയി മുടി വെട്ടി കേട്ടോ. മാമാട്ടി വെട്ടാം ഗായ്സ്. സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കൈ തൊട്ട കുട്ടിക്ക് മുടി നല്ലോണം വരുന്നുണ്ട്. കണ്ണ് കാണട്ടെ കുട്ടിന്റെ തല ചെറിയ തലയാണ്. നോക്കട്ടെ അപ്പൊ നോക്കട്ടെ. 1 2 3 എന്ത് പറ്റി? ഒരു കണ്ണ് 2 കണ്ണൊരു മൂക്ക് ഒക്കെ കണ്ടു. മറ്റേ കാണണ്ടേ മാമാട്ടി കുട്ടി വെക്കാണ്. മാമാട്ടി അങ്ങനെ ഗൈസ് അലേഹനെ നമ്മള് മാമാട്ടി കുട്ടി ആക്കിയിട്ട് വരുന്നുണ്ട്. അലേഹ ഗൈസ് നേരെ നിന്ന് കൊടുത്തു. അതാണ് എനിക്ക് അതിശയം. അലേഹന്റെ കുട്ടിയൊക്കെ അടിപൊളിയില് എന്താന്നറിയോ കണ്ണുമ്പോ ഇവിടുന്ന് വെട്ടുമ്പോ അവൾക്കൊരു ഭാഗത്താണ്. പിന്നെന്താ വെച്ചാ
നല്ല വൃത്തിക്ക് വെട്ടുകയും ചെയ്യും. കുട്ടികളെ എന്താ മനസ്സറിഞ്ഞ് വെട്ടുന്നതല്ല, നമ്മൾ വല്ലാതെ നമുക്കൊരു ധൈര്യമാണ്. മക്കളെയൊക്കെ ചെറിയ മക്കളൊക്കെ കത്തിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ബാക്കിയുള്ളിടത്ത് മോശം എന്നുള്ളതല്ല, നമ്മുടെ കംഫേർട്ട് നോക്കിയാണ് അല്ലേ. ഐബുവിൻ്റെ വെട്ടണം വിചാരിച്ചു, പക്ഷെ ഐബുവിനെ നോക്കിയിട്ടേ കൊണ്ടു നടക്കുന്നത്. ഗൈസിൻ്റെ 2 ശിങ്കടികളൊക്കെ രണ്ടാൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് പേര് വിളിച്ച് കളിക്കുക. ഈ പല്ലിതൊക്കെ കാണിക്കണൊക്കെ. അബൂട്ടനാണെങ്കിലോ അലേഹ എൻ്റെ ഭാഷയിൽ ചേച്ചിയോട് മന്തി വേണമെന്ന് പറയും, അവർക്ക് മനസ്സിലാവും. ഏതായാലും എനിക്ക് മനസ്സിലാവണില്ല എൻ്റെ ഭാഷ. സൂപ്പ് വേണോ? സൂപ്പ് വെക്കണ്ട. ഐബുവിന് എന്താ വേണ്ടി? എന്താണ് ഐബുവിന് വേണ്ടി? പക്ഷെ അനങ്ങിയ തലയ്ക്ക് തല്ലു നോക്കി നടക്കാൻ പറഞ്ഞ രണ്ടാളി അടുപ്പിച്ചിരിക്കും. അപ്പൊ കാണാൻ നല്ല സ്വഭാവം. കുട്ടികളെ ചിരി കണ്ടോ? അലേഹ അലേഹ അലേ അലേ ചിരിക്കും. മന്തി മഴകൊണ്ട് വെച്ചേ മന്തി കഴിയുമ്പോ. ഹായ് ഹായ് ലൈറ്റ് ഒക്കെ ലൈറ്റ് ഒക്കെ. ആർക്ക് ഓന് ഞാനാ ചോറ് കൊടുക്കണ്ടേ? ചോറ് വേണോ? വേണ്ട മതി, പ്ലേറ്റ് വേണോ? മതി ഓൾ കൊടുത്തോ? അതാ പ്ലേറ്റ് ഇല്ലേ? അതെടുക്ക് അതെടുക്ക്. നമുക്ക് ലെഗ് വേണോ ചെസ്റ്റ് വേണോ? ഈ കുബൂസ് തലയൊക്കെ ഇട്ടെടുത്തോ. ആ റൈസ് എടുക്കടാ. ഐബുന് വേണോ റൈസ്? അനക്ക് ലെഗ് വേണോ ചെസ്റ്റ് വേണോ? ഞാൻ പറയും. ലെഗ് ആണെങ്കിൽ വലിയ പീസ് ഉണ്ടാവുക, ചെസ്റ്റ് ആണെങ്കിൽ ചെറുതുണ്ടാവും. എനിക്ക് ചെസ്റ്റ് മതി. ആ എന്താ വേണ്ടി? ചിക്കൻ വേണോ? ആ ചിക്കൻ കുറച്ച് ഇതെന്ന് കുറച്ചിട്ടു ഗരിയില്ലാത്ത. നീച്ച് നടക്കണ ചെക്കൻ പ്ലേറ്റ് കൊടുക്കും. ആ ബൂസിന് കൊടുക്കല്ല, തൊണ്ടയിൽ അടക്കട്ടോ. അക്കുട്ടാ എന്തായാലും തിന്നാളി. നേരെ കണ്ടു കാണാം. അപ്പൊ മുടിയൊക്കെ വെട്ടി ആള് സുന്ദരിയായി വന്നു ഗായ്സ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഉള്ളൊരു വീഡിയോ ആയിട്ട് കാണാം ഗായ്സ്.